മുന്തിരിത്തോട്ടങ്ങളും നമ്മൾ ഇറക്കിയിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, കുലൂ നിഅമത്താം, നിങ്ങൾ ബിസ്മീൻ ചൊല്ലി ഭക്ഷിക്കണം. ഏറ്റവും നല്ല ഭക്ഷണമാണ് അസ്സബീബു, ഉണക്കമുന്തിരി. ഉണക്കമുന്തിരിയെ പറ്റി ഹദീസിൽ പറഞ്ഞപ്പോൾ യശുദ്ദുൽ അസുബാ, ഞരമ്പുകളെ അത് ഭദ്രമാക്കി തരും. ഞരമ്പുകൾക്ക്, നാഡീ ഞരമ്പുകൾക്ക് നല്ല ഫലം നൽകും. അതേ വയുത്ഫിഉൽ ഗളബാ, റബ്ബിന്റെ ദേഷ്യം അത് കെടുത്തിക്കളയും. വയുദ്ഹിബുൽ വസബാ, ക്ഷീണം മാറ്റിക്കളയും. വയുറുലിർ റബ്ബാ, റബ്ബിനെ തൃപ്തിപ്പെടുത്തും. വയുതയ്യിബുൻ നക്ഹതാ, ഉണക്കമുന്തിരി കഴിച്ചാൽ വായ്നാറ്റം കുറയും. ചിലര് ബ്രഷ് ചെയ്താലും ദുർഗന്ധ വാസനയുണ്ടാവും. അത് നീക്കാനുള്ള ചികിത്സയാണ് ഉണക്കമുന്തിരി. ഇടക്കിടക്ക് ഇങ്ങനെ കഴിക്കണം. വയുദ്ഹിബുൽ ബൽഗം, കഫം നീക്കിക്കളയും. കഫം കൂടുതൽ വന്നിട്ടാണ് മിക്ക രോഗങ്ങളും വരുന്നത്. പനിയുടെ പ്രധാനപ്പെട്ട ഒരു കാരണവും ഓർമ്മക്കുറവിന്റെ കാരണവും കഫം കൂടുന്നതാണ്. മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന ചെറിയൊരു കിതാബുണ്ട്, വലിയ വിഷയങ്ങൾ പറയുന്ന ചെറിയ കിതാബാണ് തഅലീമുൽ മുതഅല്ലിം. അതിൽ പഠിപ്പിക്കുന്നത് കാണാം, ഓർമ്മശക്തി കുറയാനുള്ള കാരണം കഫം കൂടുന്നതാണ്. കഫം കൂടിയാൽ ഓർമ്മക്കുറവുണ്ടാവും. കഫം കുറയാനുള്ള മാർഗമാണ് ഉണക്കമുന്തിരി കഴിക്കുക. കഫം കുറഞ്ഞാലോ നമ്മുടെ ക്ലൈമറ്റ് റെഡിയാകും. അപ്പൊ രോഗമൊന്നും ഉണ്ടാകില്ല, നല്ല ആരോഗ്യാവസ്ഥ. അതുകൊണ്ടാണല്ലോ പരിശോധനാ ബോർഡിൽ 3 എഴുതി വെച്ചത്: കഫം, മലം, മൂത്രം. കഫവും പരിശോധിക്കേണ്ടത് തന്നെയാണ്. കഫം കൂടുതൽ വന്നാലും ബുദ്ധിമുട്ടാണ്. കഫം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കാർക്കിച്ച് വരും. കെട്ടി നിൽക്കുന്ന വാസനയുള്ള കഫങ്ങളൊക്കെ വരും. ഉണക്കമുന്തിരി നന്നായി കഴിച്ചാൽ അതെ, അതിന് നല്ല വിലയാണ്. അതിനൊക്കെ തന്നെയാണ് ഈ ദുനിയാവകത്ത് നല്ല വിലകൾ കൊടുത്ത് വാങ്ങണം. ബുദ്ധിമുട്ടൊന്നും എന്തായാലും ബുദ്ധിമുട്ട് സൗകര്യം പോലെ വാങ്ങണം. നല്ല ശരീരത്തിന് നല്ല ഭംഗി വർദ്ധിപ്പിച്ചു തരും, കളറുണ്ടാക്കി തരും. പിന്നെ മേക്കപ്പ് ചെയ്യേണ്ടി വരിക. ഇപ്പോഴൊക്കെ മേക്കപ്പ് അല്ലേ, ചുണ്ടിന് ചികപ്പില്ലാത്തത് കൊണ്ട് കുറെ അങ്ങനെ തേക്കുക, മുടിക്ക് കറുപ്പില്ലാത്തതുകൊണ്ട് കുറെ അങ്ങനെ തേക്കുക. പിന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും വെള്ളമില്ലാത്തതുകൊണ്ട് എന്താ ചെയ്യാ, ഒക്കെ വടിച്ച് വൃത്തിയാക്കിയിട്ട് വേറെന്തൊക്കെയോ കോയമ്പിട്ട് തേക്കുക. അതിനൊരു പ്രത്യേക സ്ഥലമുണ്ടല്ലോ, എന്നതിന്റെ പേര് അങ്ങനെ നിറണ്ടായി കൊടുക്കുന്ന സ്ഥലല്ലേ, പാർലർ. അതന്നെ അതിന് കാര്യമായിട്ട് കല്യാണ പെണ്ണിനെ 2 ദിവസം അവിടെ കൊണ്ടുപോയി കുളിപ്പിക്കാം. പുറത്തിറങ്ങുമ്പോ ആൾക്കാർ പഠിച്ചാൽ ഊർലിങ്ങൾ എങ്ങനെ നമ്മളെ നാട്ടിലെത്തിപ്പോയി. ഊർലികൾ എത്തിയതല്ല, അതൊന്ന് കുളിച്ചാൽ അതിന്റെ തനി നിറം പുറത്തേക്ക് വരും. ഒന്ന് കുളിച്ചാൽ മതി, ഒറ്റ കുളി. ആ ദിവസം കഴിഞ്ഞ് കുളിച്ചാൽ കളർ മാറിയോ? ഇന്നലെ എങ്ങനെയല്ലല്ലോ ഉള്ളത്. അതൊന്നും വേണ്ട, നല്ല ആരോഗ്യത്തിന് പറ്റിയ നല്ല ഉണക്കമുന്തിരി കഴിക്കാം. വെളുത്തതുണ്ട്, അതുപോലെ തന്നെ കറുത്തതുകൊണ്ട് ഉണങ്ങിയ മുന്തിരി. സുബ്ഹാനല്ലാഹ്, മുന്തിരി വെള്ളം അത് കണ്ണിലുറ്റിക്കുന്നതും കണ്ണിന് വലിയ ശമനം നൽകുന്നതാണ് എന്നും മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്. മുന്തിരി വലിയ അനുഗ്രഹമായിട്ട് അല്ലാഹു എണ്ണി പറഞ്ഞു: വജഅൽനാ ഫീഹാ ജന്നാത്തിൻ മിൻ നഖീലിൻ വഅനാബ്. ഭൂമിയിൽ നമ്മൾ സംവിധാനിച്ചു തന്നു ഈത്തപ്പനത്തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും. മറ്റൊന്നുകൂടിയുണ്ട് ഇത് പറയാനുള്ള കാരണം, നാളെ സ്വർഗീയ ലോകത്തെത്തുമ്പോ അല്ലാഹു തൗഫീഖ് തരട്ടെ, അധിക തോട്ടങ്ങളിലും കാണാൻ പറ്റുന്ന മുന്തിരിത്തോട്ടങ്ങളും കാരക്കത്തോട്ടങ്ങളുമാണ്. കാരക്കത്തോട്ടങ്ങളില്ലാത്ത ഒരു സ്വർഗവുമില്ല, മുന്തിരി ഇല്ലാത്തൊരു സ്വർഗവുമില്ല. അതുകൊണ്ടല്ലേ സൂറത്തു റഹ്മാനിൽ ഫീഹിമാ ഫാകിഹത്തുൻ വനഖ്ലുൻ വറുമ്മാൻ, ആ സ്വർഗീയ തോട്ടങ്ങളിൽ റുമ്മാനുണ്ട്. അതിനപ്പുറം പറഞ്ഞു ഈത്തപ്പഴ തോട്ടങ്ങളുണ്ട്, അവിടെ ഈത്തപ്പഴങ്ങളുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള ഈത്തപ്പഴങ്ങളാണ്. രുചിയോ ദുനിയാവിലെ രുചിയല്ല, രൂപഭാവങ്ങൾ മാത്രം ഇവിടെയുള്ളതാണ്. അത് മുഅ്മിനീങ്ങൾക്ക് മനസ്സിലാകാനാണ്. റുമ്മാന്റെ കളർ ഇവിടെയുള്ള കളറാണ്, പക്ഷേ ഉള്ളിലുള്ളതിന്റെ രുചി ഇവിടുത്തെ രുചിയല്ല. ഉള്ളിലുള്ളതിന്റെ മോഡൽ ഇവിടുത്തെ മോഡലല്ല, മാറ്റമുണ്ട്. കളർ എന്തിനാണ് അല്ലാഹു അങ്ങനെ വെച്ചത് എന്നറിയോ? ആഗ്രഹിക്കാനും ആ ആഗ്രഹിക്കൊണ്ട് ഉമ്മാൻ ഇങ്ങോട്ട് കിട്ടാനുമാണ്.
അതിനാണ് കളർ അങ്ങനെ വെച്ചത്. ഇവിടെയുള്ള വാഴ ആ രൂപത്തിലുള്ള വാഴയല്ല, സ്വർഗത്തിലുള്ളത് മാറ്റമുണ്ട്. പക്ഷേ ആ വാഴയിൽ ആ കുലകളിൽ നിറം വെച്ചിരിക്കുന്ന ദുനിയാവിലെ നിറമാണ്. ഇവിടെ സഹോദരങ്ങളെ വാഴ ഉണ്ടാകുമ്പോ അതിന്റെ മുകളിലാണ് നമ്മൾ കൊല കാണാറുള്ളത്. അതേ സമയത്ത് സ്വർഗത്തിൽ അങ്ങനെയല്ല. തായ്ഭാഗം മുതൽ മുകൾ ഭാഗം വരെ അങ്ങനെയാണ്. സൂറത്ത് വാഖിയയിൽ പറഞ്ഞില്ലേ, അട്ടിയട്ടിയായിട്ട് താഴെ മുതൽ മുകൾ വരെ കുലകളാണ്. യഥേഷ്ടം പറിച്ച് ഭക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ്. പറിക്കുമ്പോ തീർന്നു പോകുന്നില്ല, അതേ സ്ഥാനത്ത് തന്നെ വീണ്ടും അവിടെ ഉണ്ടാവുകയാണ്. ആരെത്ര പറിച്ചാലും തീർന്നു പോകൂല. ഒരാൾക്കും കിട്ടാതെയാകൂല, തീർന്നു പോവുകയുമില്ല. ഇപ്പൊ ഈ സീസണിൽ ചിലത് കിട്ടൂല അല്ലേ? ചക്ക കിട്ടൂല, ഞാൻ കുറച്ച് കഴിയണം അല്ലേ? അവിടെ അങ്ങനെ അവിടെ എല്ലാ സീസണിലും എല്ലാം ഉണ്ടാകും. ചക്കല്ലല്ലോ അവിടെ? 2 മാസം മുമ്പ് ചോദിക്കേണ്ട ഉസ്താദേ അങ്ങനെ അവിടെ എല്ലാ കാലത്തും ആർക്കും കിട്ടാതെ ആയി പോകൂല. ആരും വില ഇങ്ങനെ കൂടിയിട്ട് വാങ്ങാതെ ആയി പോകൂല. നമ്മളിങ്ങനെ മാർക്കറ്റിൽ ചെന്ന് നോക്കി നല്ല പഴങ്ങൾ ഇരിക്കുന്നുണ്ട്, കണ്ടിട്ടൊക്കെ വാങ്ങണമെന്നുണ്ട്. ചോദിച്ചു ആപ്പിളിന് എന്താ? ആപ്പിളിന് ചെറിയ 250. അപ്പൊ 1 കിലോ വാങ്ങാനും കൂടി ഒക്കൂല. 250 എന്നാ പിന്നെ ഒരാപ്പിൾ നോക്കുമ്പോ 1 കിലോ ആപ്പിള് വേണ്ട. ഓറഞ്ചിന് എന്താ? ഓറഞ്ചിന് വലിയ വ്യത്യാസമൊന്നുമില്ല. 200 അതിനുണ്ടോ? എന്നാ പിന്നെ അത് 1/4 കിലോ മതി. ചുരുക്കി വില ഓവറായിട്ട് പൊള്ളിയിട്ട് വാങ്ങാൻ പറ്റുന്നില്ല. അവിടെ ആ സന്ദർഭമൊന്നുമില്ല, എല്ലാവർക്കും കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ തോട്ടങ്ങളിൽ അധികം കാണാൻ പറ്റും. കാരക്കത്തോട്ടവും മുന്തിരിത്തോട്ടവും. അതെല്ലാം സ്വർഗ്ഗത്തിൽ. സ്വർഗം എന്ന് പറഞ്ഞാൽ ഒന്നല്ലല്ലോ, കുറേയല്ലേ? സ്വർഗത്തിന്റെ തോപ്പുകൾ കുറേയല്ലേ? കുറേ തോപ്പുകളുണ്ട്. സ്വർഗത്തിന് വ്യത്യസ്ത തോപ്പുകളുണ്ട്. അതിൽ പ്രഗത്ഭമായി പ്രശസ്തമായുള്ള തോപ്പുകളാണ് 8 എണ്ണം. 8 സ്വർഗം അല്ലേ? 8 സ്വർഗം. അതേ സമയത്ത് സ്വർഗം ആകെ 8 ലോകമൊന്നുമല്ല, വിശാലമായി കിടക്കുന്ന ഒരു ലോകമാണ്, അനന്തമായി കിടക്കുന്ന ഒരു ലോകം. ആ തോപ്പുകളിൽ എല്ലാ തോപ്പുകളിൽ പോയി നോക്കിയാലും കാരക്കത്തോട്ടവും കാണും, മുന്തിരിത്തോട്ടവും കാണും.